ഗായ്സ്, നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ഇത് നിങ്ങൾക്കിപ്പോ എന്താണ് തോന്നുന്നത്? ഈ അടുത്ത കാലത്ത് പ്രണവ് പ്രവീൺ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഗർഭിണിയായ മൃദുലയും ഭർത്താവ് പ്രവീണും നേരിട്ട വിഷമങ്ങളാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത്. ഇരു കുടുംബങ്ങളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് മൃദുലയുടെ അച്ഛൻ്റെ അകാലത്തിലുള്ള വേർപാട്. എന്നാൽ അപ്പോഴേക്കും പിണക്കമെല്ലാം മറന്ന് പ്രവീണിൻ്റെയും കൊച്ചുവിൻ്റെയും കുടുംബങ്ങൾ ഒന്നു ചേർന്നു. ഇരു വീട്ടുകാരും തമ്മിലുണ്ടായ തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം, നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ എപ്പോൾ ഉണ്ടാകും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏറെയായിരുന്നു. ഇപ്പോഴിതാ ആരാധകരുടെ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് പ്രവീണും മൃദുലയും. അമ്മയെയും അച്ഛനെയും കൊച്ചുവിനെയും മിസ് ചെയ്യാറുണ്ട്. അവരോട് യാതൊരുവിധ പിണക്കവുമില്ല. മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോഴും അവരെല്ലാം വന്നിരുന്നു. അതിനു മുൻപ് തന്നെ അമ്മ എന്നെ വിളിച്ചു തുടങ്ങിയിരുന്നു. അതൊക്കെ ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റും ശരിയും ഒരു തുലാസിൻ്റെ രണ്ട് തട്ടുപോലെയാണ്. പക്ഷേ അത് എടുത്തു വെച്ച് അളക്കാനോ പിടിക്കാനോ നിൽക്കുന്നില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവുമൊന്നുമില്ല. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യമെന്ന് മനസ്സിലായതല്ലേ. മരണം വരെയും വാശിയും വൈരാഗ്യവും ഈഗോയും ഒക്കെ കൊണ്ടുപോയാൽ അതങ്ങനെ തന്നെ മുൻപോട്ട് പോകും. അതിൻ്റെ ആവശ്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഉറപ്പായും ആ കുറ്റബോധം മനസ്സിലുണ്ടാകാം. ഒരുമിച്ച് വീഡിയോസ് ചെയ്യാറില്ല എന്ന് മാത്രം. പക്ഷെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൊച്ചുവിൻ്റെ വിവാഹത്തിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. ഞാനാകും അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മളാകും പരസ്പരം കൂടെ നിന്ന് തുണയ്ക്കുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും പ്രവീൺ പറയുന്നു.